നാഗകന്യക വണ്ണിന്റെ മുഴുവൻ കഥയുടെയും റിവ്യൂയിലേക്കായി എല്ലാവർക്കും സ്വാഗതം. നാഗകന്യകയായ ശിവന്യയുടെ അമ്മയെയും അച്ഛനെയും നാഗമാണിക്യത്തിനു വേണ്ടി കൊലപ്പെടുത്തിയ 5 പേരോട് പ്രതികാരം ചെയ്യുവാനായ ശിവന്യ അവരുടെ അമ്മയുടെ സഹോദരിയുടെ മകളായ ശിഖയോടൊപ്പം 20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു. രാജശേഖരന്റെ കുടുംബത്തിലെ 5 പേരാണ് അവളുടെ അമ്മയെയും അച്ഛനെയും കൊന്നതെന്നറിയുന്ന ശിവന്യ രാജശേഖരന്റെ മകനായ ഋത്തിക്കുമായി പ്രണയം നടിച്ച് അവനെ നടക്കാനിരിക്കുന്ന വിവാഹം മുടക്കി വിവാഹ മണ്ഡപത്തിലിരുന്ന അവന്റെ ഭാര്യയായി രാജശേഖരന്റെ വീട്ടിലേക്ക് എത്തുന്നു. ഋത്തിക്കിന് ശിവന്യയോട് പ്രണയം മാത്രമായിരുന്നുവെങ്കിലും പ്രതികാര ചിന്ത ഉൾക്കൊള്ളുന്ന ശിവന്യ അതൊന്നും വകവയ്ക്കാതെ തന്നെ ശിഖയുടെ സഹായത്തോടെ അവളുടെ അമ്മയുടെ ഓരോ കൊലയാളികളെയായി കണ്ടുപിടിച്ച് പ്രതികാരം വീട്ടുകയായിരുന്നു. എന്നാൽ പ്രതികാരത്തിനിടയിൽ ഋത്തിക് ഒരു നിരപരാധിയാണെന്നും നിഷ്കളങ്കനാണെന്നും അറിയുന്ന ശിവന്യ അവനുമായി പ്രണയത്തിലാകുന്നു. അങ്ങനെ ഓരോ കൊലയാളികളെയായി കൊന്നൊടുക്കി അവസാനത്തെ കൊലയാളി തന്റെ സ്വന്തം സ്നേഹനിധിയായ അമ്മായിയമ്മ തന്നെയായിരുന്നുവെന്ന് ശിവന്യയും ശിഖയും തിരിച്ചറിയുന്നു. എന്നാൽ ഇതിനോടകം ഋത്തിക്കിനോട് ഒരു ഇഷ്ടം ശിഖയ്ക്ക് തോന്നുകയും ആ ഇഷ്ടം മുതലെടുത്ത് ശിവന്യയുടെ അമ്മായിയമ്മ യാമിനി അവളെ ശിവന്യക്കെതിരെയായി തിരിക്കുകയും ചെയ്യുന്നു. എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന ഋത്തിക് ശിവന്യയോടൊപ്പം ചേർന്ന് സത്യത്തിനൊപ്പം നിൽക്കുന്നു. ഇതേസമയം യാമിനിയും ശിഖയും തേനീച്ചകളുടെ റാണിയായ അവന്തികയെയും അവളുടെ ഭർത്താവ് വിക്രമിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ശിവന്യയെ നശിപ്പിച്ച് നാഗമാണിക്യം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മഹാ അമാവാസി രാത്രിയിൽ ഒരു മതിലിനപ്പുറത്തേക്ക് 25 വർഷം പുറത്തു വരാൻ കഴിയാത്ത രീതിയിലേക്ക് ശിവന്യ ശിഖയും അവന്തികയും തളയ്ക്കുകയും യാമിനിയെ കൊല്ലുകയും ചെയ്ത് നാഗമാണിക്യം സംരക്ഷിച്ച് ശിവന്യയും ഋത്തിക്കും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങി. ശിവന്യ മനുഷ്യനായി മാറി അവിടെ നിന്നും ഗർഭിണിയാകുന്നിടത്ത് വെച്ച് നാഗകന്യക വൻ സന്തോഷത്തോടെ അവസാനിക്കുകയാണ്.